പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഭാഗത്തുള്ള നിള അഗ്രോ ഫാമാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 4 ഏക്കറോളം വരുന്ന സ്ഥലത്താണ്. കുറേയധികം വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഫാമാണിത്. ഈ ഒരു ഫാമിൽ എല്ലാ തരത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെയും ഡേ ഓൾഡ് എടുത്തതിന് ശേഷം വാക്സിനേഷൻ എല്ലാം കൊടുത്ത് കൃത്യമായിട്ട് ആളുകൾക്ക് വളർത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫാമിൽ നടന്നു വരുന്നത്. കഴിഞ്ഞ കൊറോണ കാലത്ത് എല്ലാ മേഖലകളിലും ഉണ്ടായ തകർച്ചയിൽ ഈ ഒരു ഫാം പൂർണ്ണമായി അടച്ചിടേണ്ടി വന്നിരുന്നു. എന്നാൽ നിലവിൽ പകുതിയിലധികം ഷെഡുകളും വെറുതെ കിടക്കുകയാണ്. എന്നാലും കുറേയധികം ഷെഡുകളിൽ വീണ്ടും കുറേയധികം കുഞ്ഞുങ്ങളായിട്ട് പുനരാരംഭിച്ചിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഫാമുകളൊക്കെ അടച്ചിട്ട അവസ്ഥയിലാണ്. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ട് വീണ്ടും പുനരാരംഭിച്ച് വരികയാണ്. ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴികളാണ് ഈ ഫാമിൽ കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. അടുക്കള മുറ്റത്തെ കോഴി വളർത്തലിനായി രൂപം നൽകിയ ഒരു സങ്കരയിനം കോഴിയിനങ്ങളാണ് ഈ ഗ്രാമശ്രീ എന്ന് പറയുന്നത്. പേരുപോലെ തന്നെ കർഷകർക്ക് ഐശ്വര്യവും ലാഭവും ഉണ്ടാക്കി തരുന്ന 2 മുഖമുള്ള കോഴികളെന്നാണ് ഈ ഗ്രാമപ്രിയ കോഴികളെ അറിയപ്പെടുന്നത്. കാരണം മുട്ടയ്ക്കും ഇറച്ചിക്കുമായിട്ട് ഒരുപോലെ നമുക്ക് പ്രയോജനപ്പെടുന്ന കോഴികളാണ് ഈ ഗ്രാമശ്രീ കോഴികൾ. 3 വിദേശ ഇനം കോഴിയും ഒപ്പം നമ്മുടെ നാടൻ കോഴിയായ നെക്കഡ് നെക്ക് കോഴിയെയും ഉൾപ്പെടുത്തി സങ്കരയിനം നടത്തിയാണ് ഈ ഒരു കോഴിയെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തുറന്നുവിട്ട് വളർത്താവുന്നതും നമുക്ക് കോഴിക്ക് കൊടുക്കാവുന്ന എന്ത് ഫുഡും പച്ചില ഉൾപ്പെടെ നമുക്ക് കൊടുത്ത് വളർത്താവുന്ന ഒരു ബ്രീഡാണ് ഈ ഗ്രാമശ്രീ എന്ന് പറയുന്നത്. 5 മാസം കഴിയുമ്പോഴാണ് ഇവ മുട്ടയിട്ട് തുടങ്ങുന്നത്. വർഷത്തിൽ 150 മുട്ടയായിരിക്കും ഇവ ഇടുന്നത്. കൂടുതലായിട്ടും പഞ്ചായത്തിലൊക്കെ വിതരണം ചെയ്യുന്ന കോഴികൾ ഗ്രാമശ്രീ കോഴികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓർഡർ ഉൾപ്പെടെയാണ് ഇവിടെ ചെയ്തു വരുന്നത്. കൂടുതലായിട്ടും പഞ്ചായത്തുകളിലാണ് ഈ ഒരു കോഴികൾ ഇവിടെ നിന്നും പോകുന്നത്. വിവിധ പ്രായക്കാരായ ഗ്രാമശ്രീ കോഴികൾ ഇവിടെയുണ്ട്. മറ്റു കോഴികളെ അപേക്ഷിച്ച് ഇവയുടെ മുട്ടയിൽ ബീറ്റാ കരോട്ടിൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോഷക ഗുണം കൂടുതലാണ്. ഇവയുടെ കൊത്തുമുട്ട ആവശ്യമുണ്ടെങ്കിൽ 10 കോഴികൾക്ക് 1 പൂവൻ എന്ന നിലയ്ക്കാണ് ഇടേണ്ടത്. സങ്കര ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ ഗ്രാമശ്രീ കോഴികൾ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്നില്ല. ഇൻക്യുബേറ്ററോ മറ്റു കോഴികളോ ഉപയോഗിച്ച് നമുക്ക് ഇവയുടെ മുട്ടകൾ വിരിയിച്ചെടുക്കാവുന്നതാണ്. എന്നിരുന്നാലും ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വലിയ ഫാമുകളിൽ നിന്നും വിശ്വസ്തയോടെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമശ്രീയുടെ നല്ല കോഴിക്കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതാണ്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ കുറേയധികം ഷെഡുകൾ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഈ ഒരു ഫാം വിസിറ്റ് ചെയ്യുന്നതാണ്. BV380യുടെ ബൾക്ക് കുറച്ച് ചെയ്യുന്നുണ്ട് മുട്ടയ്ക്ക് വേണ്ടി. ആ സമയത്ത് ഒന്നുകൂടെ വന്ന് വീഡിയോ എടുക്കുന്നതാണ്. ഗ്രാമശ്രീ കൂടാതെ ഈ ഒരു ഫാമിൽ റെയിൻബോ റോസ്റ്റർ കൂടി നിലവിൽ ചെയ്യുന്നുണ്ട്. അതും നല്ല ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ഫാമിൽ കിടപ്പുണ്ട്. റെയിൻബോ റോസ്റ്റർ എല്ലാവർക്കും അറിയാവുന്ന കോഴിയിനമാണ്. കൂടുതലായിട്ടും ഇറച്ചി ആവശ്യത്തിനാണ് ഈ കോഴികളെ വളർത്തുന്നത്. കൂടുതലായിട്ടും ഇറച്ചി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങൾ 2.5-3 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം 2 കിലോയ്ക്ക് മുകളിൽ തൂക്കം വരികയും ചെയ്യുന്നുണ്ട്. ഗ്രാമശ്രീ, റെയിൻബോ റൂസ്റ്റർ എന്നീ കോഴിക്കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുക്കുന്നതാണ്. ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ്. കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നവർക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീപ് വാച്ചിങ് തിങ്ക് പാത്വേ. പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുമ്പോഴേ തിങ്ക് പാത്വേ സൈനിങ് ഔട്ട്.